നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. തോട്ടം തൊഴിലാളികളുടെ ക്ഷാമബത്ത വിഷയത്തിൽ CPI MLA PS സുബാലിന്റെ പരാമർശത്തിനെതിരെ പ്രതിഷേധവുമായി തോട്ടം തൊഴിലാളികൾ. മിനിമം വേതന ഉപദേശക സമിതി നൽകിയ നിർദ്ദേശം മറച്ചുവെച്ച് PS സുബാൽ MLA നിയമസഭയിൽ സംസാരിച്ചെന്ന ആരോപണം. ഇടുക്കിയിലെ പട്ടയ നടപടികൾ നിർത്തിവെച്ച കോടതി ഉത്തരവിന് പിന്നിൽ UDF നടത്തുന്ന കുതന്ത്രങ്ങളാണെന്നും കോൺഗ്രസ് നേതാക്കൾ. കപട പരിസ്ഥിതിവാദികളെ കൂട്ടിപ്പിടിച്ച ഇടുക്കിയിലെ ജനങ്ങളെ ദ്രോഹിക്കുകയാണെന്നും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം NP സുനിൽകുമാർ. ഇടുക്കിയിൽ ഇത്തവണ മാറാത്തത് മാറുമെന്ന BJP ജില്ലാ പ്രസിഡന്റ് VC വർഗീസ. ജില്ലയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഭൂപ്രശ്നങ്ങളും മനുഷ്യ വന്യജീവി സംഘർഷമൊന്നും പരിഹരിക്കുവാൻ കഴിയാത്ത മുന്നണികളാണ് ഇടത് വലത് മുന്നണികളെന്നും ഇവർക്കുള്ള മറുപടി തെരഞ്ഞെടുപ്പിലുണ്ടാകുമെന്നും വർഗീസ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ക്രെയിൻ വീടിന് മുകളിലേക്ക് മറിഞ്ഞ് വീട് തകർന്ന സംഭവത്തിൽ കുടുംബത്തിന് അടിയന്തര നഷ്ടപരിഹാരം നൽകാനും വീട് വാസയോഗ്യമാക്കാനും നടപടി വേണമെന്ന ഗ്രീൻ കെയർ കേരള. വിശദമായ വാർത്തകളിലേക്ക്. അങ്കമാലിയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ കാർ ഇടിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി ഡോക്ടർ സിറിയക് P ജോർജ് പിടിയിലായി. ഇടുക്കി വാഗമൺ കണ്ണംകുളം ഭാഗത്തുള്ള റിസോർട്ടിൽ നിന്നുമാണ് വാഗമൺ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അങ്കമാലി പോലീസ് രജിസ്റ്റർ ചെയ്ത ക്രൈം നമ്പർ 337/26 കേസിലെ പ്രതിയാണ് 27-കാരനായ സിറിയക്ക. കോട്ടയം അതിരമ്പുഴ സ്വദേശിയായ ഇയാൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് അപകടം നടന്ന 7ാം ദിവസം പ്രതി പിടിയിലാകുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അങ്കമാലി ടെൽക്ക് ജംഗ്ഷന് സമീപം വെച്ചാണ് സിറിയക്ക് ഓടിച്ചിരുന്ന കാർ ഇടിച്ച് വൈപ്പിൻ സ്വദേശി ജെസ്ലിയ ജോൺസൺ കൊല്ലപ്പെട്ടത്. അപകടത്തിന് ശേഷം ഒളിവിൽ പോകാൻ സഹായിച്ചതിന് സിറിയക്കിന്റെ പിതാവ് ജോർജ് മാത്യുവിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തോട്ടം തൊഴിലാളികളുടെ ക്ഷാമബത്ത വിഷയത്തിൽ CPI MLA PS സുബാലിന്റെ പരാമർശത്തിനെതിരെ പ്രതിഷേധവുമായി തോട്ടം തൊഴിലാളികൾ. മിനിമം വേതന ഉപദേശക സമിതി നൽകിയ നിർദ്ദേശം മറച്ചുവെച്ചാണ് MLA 7 പൈസ എന്നത് 10 പൈസയാക്കി ഉയർത്തണമെന്ന നിയമസഭയിൽ വാദിച്ചതെന്നും ₹1.41 എന്നത് മറച്ചുവെച്ചാണ് 7 പൈസ എന്നത് 10 പൈസയാക്കി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതെന്നും പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് തങ്ങൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണെന്നും തോട്ടം തൊഴിലാളികൾ പറഞ്ഞു. ക്ഷാമബത്ത അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന 87 വിഭാഗങ്ങളാണ് മിനിമം വേജസ് ആക്ടിന്റെ കീഴിലുള്ളത്. ഇതിൽ 86 വിഭാഗങ്ങൾക്കും ക്ഷാമബത്ത അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ തോട്ടം തൊഴിലാളികൾക്ക് മാത്രമാണ് കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായി ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു നൽകാത്തത്. ഇതിനെ തുടർന്ന് തോട്ടം തൊഴിലാളികളുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ മിനിമം വേതന ഉപദേശക സമിതി ₹1.41 തൊഴിലാളികൾക്ക് അർഹതപ്പെട്ടതാണെന്നും അത് നടപ്പിലാക്കണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. ഈ സമയത്താണ് തോട്ടം തൊഴിലാളികളുടെ ക്ഷാമബത്ത 7 പൈസയിൽ നിന്ന് 10 പൈസയാക്കി വർദ്ധിപ്പിക്കണമെന്ന PS സുബാൽ MLA നിയമസഭയിൽ ആവശ്യപ്പെട്ടത്. സാറ്റുറി ബോർഡായ മിനിമം വേജസ് അഡ്വൈസറി ബോർഡ് ശുപാർശ ചെയ്തിട്ടുള്ളത് ഇപ്പം മിനിമം വേജസ് ആക്ടിന് കീഴിൽ ഇരിക്കുന്ന 1948 മിനിമം വേജസ് ആക്ടിന് കീഴിൽ ഇരിക്കുന്ന 87 വിഭാഗങ്ങളിൽ 86 വിഭാഗങ്ങൾ കിട്ടുന്നത് പോലെ ഇവർക്കും ക്ഷാമബത്ത നൽകണം എന്നാണ് വ്യക്തമായിട്ട് ശുപാർശ ചെയ്തിട്ടുള്ളത്. ആ ശുപാർശ ഇല്ലാതാക്കാനാണ് ബഹുമാനപ്പെട്ട MLA നിയമസഭയിൽ പറഞ്ഞത് അത് 3 പൈസ ആയിട്ട് കൂട്ടിക്കൊടുക്കണമെന്ന്. ഞങ്ങൾ ആരുടെടുത്തും യാചിക്കുന്നില്ല. ഞങ്ങൾക്ക് 1948 മിനിമം വേജസ് ആക്ട് പ്രകാരം കിട്ടേണ്ട നിയമപരമായി കിട്ടേണ്ട അവകാശമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആരുടെടുത്തും ഞങ്ങൾ പിച്ചയല്ല ചോദിക്കുന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് നിലകൊള്ളുന്ന പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയാണെന്നും അതിന്റെ ഉദാഹരണമാണിതെന്നും തൊഴിലാളികൾക്കെതിരായി നിലനിൽക്കുന്ന PLC പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട തങ്ങൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണെന്നും തൊഴിലാളികൾ പറയുന്നു. இந்த கமிட்டி வந்துட்டு தொழிலாளிகளுக்காக பாடுபடக்கூடிய கமிட்டின்னு பேரை சொல்லிக்கிட்டு தொழிலாளிகளை ஏமாத்துறதுக்கும் தொழிலாளிகள் உழைப்பை கொள்ளையடிக்கிறதுக்கும் உள்ள ஆட்களாக தெரிகிறாங்க. இதுக்குடைய தெளிவு தான் ₹1.41 வச்சு ஒரு பாயிண்ட்டுக்கு கிடைக்கிறதுக்கு ஜனாதிபதி சிபாரிசின் பேரில் கிடைக்கக்கூடிய விஷயத்த இவங்க 7லேருந்து 10 பைசா வாக்கினா போதுன்றாங்க. இவங்க வீட்டில இருந்து எங்களுக்கு தர வேண்டாங்க. எங்கள் உழைப்பு, ஏன் உழைப்பு, என்னுடைய உழைப்பு, என்னுடைய மக்கள் தொழிலாளிகளோட உழைப்பு, இந்த உழைப்பை கொடுக்கறதுக்கு சிபாரிசு பண்ணி ஜனாதிபதி சிபாரிசு பண்ணது கூட இவங்க ஏமாற்றி எங்கள் வழி திருப்பறதுக்கும் இந்த மூணார் மேഖലയിലും குறிப்பிட்டு மூணார் மேഖലയിലെ வேலை செய்கிற தோட்டம் தொழிலாளிகளை திசை திருப்புறதுக்கு இவங்க இப்போ நோட்டீஸ் அடிக்கிறதும் மக்கள்கிட்ட பிரச்சாரம் பண்ணுறதும் பொய் பிரச்சாரம் பண்ணிட்டு வராங்க. നിലവിൽ 7 പൈസ എന്നുള്ളത് 10 പൈസയാക്കി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ച AITUC അടക്കം നോട്ടീസ് അടിച്ച് പ്രചരിപ്പിക്കുകയാണെന്നും ഇത് തോട്ടം തൊഴിലാളികളെ വഞ്ചിക്കുന്ന സമീപനമാണെന്നും ഇവർ പറയുന്നു. ഒരു പതിറ്റാണ്ടിലധികമായി തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തുന്ന
തോട്ടം തൊഴിലാളികൾ തങ്ങളുടെ അവകാശം ലഭിക്കുന്നതിനായി യാചനാ സമരം നടത്തി കോടതിയിൽ നിയമപോരാട്ടം തുടരുമെന്നും വ്യക്തമാക്കി. സിറ്റി വിഷൻ, മൂന്നാർ. ഇടുക്കിയിലെ പട്ടയ നടപടികൾ നിർത്തിവെച്ച കോടതി ഉത്തരവിന് പിന്നിൽ UDF നടത്തുന്ന കുതന്ത്രങ്ങളാണെന്നും കോൺഗ്രസ് നേതാക്കൾ കപട പരിസ്ഥിതിവാദികളെ കൂട്ടുപിടിച്ച ഇടുക്കിയിലെ ജനങ്ങളെ ദ്രോഹിക്കുകയാണെന്നും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം NP സുനിൽകുമാർ. കോടതി ഉത്തരവ് മറികടക്കുന്നതിനായി ഉപരി കോടതിയെ സമീപിക്കുമെന്നും 3000-ഓളം പട്ടയങ്ങൾ ഉടൻ തന്നെ ജനങ്ങൾക്ക് നൽകുമെന്നും അദ്ദേഹം ഉടുമ്പൻചോലയിൽ പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല, ദേവികുളം, താഴെ വടക്കം വരുന്ന മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങളും കേരളത്തിലെ ജനങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾക്കുള്ള എല്ലാ അവകാശങ്ങളും ഇടുക്കി ജില്ലയിൽ താമസിക്കുന്ന സാധാരണ ജനങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പട്ടയം എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. ആ പട്ടയം കൊടുക്കുക തന്നെ വേണം. ഈ ഗവൺമെന്റ് കോടതി വിധിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഉപരിക്കോടതിയിൽ പോയി ഈ കാര്യങ്ങളെ കുറിച്ച് പരിശോധിച്ച് പുനഃപരിശോധന ഹർജി കൊടുത്ത് വീണ്ടും പട്ടയം കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. 3000-ഓളം പട്ടയങ്ങൾ ഇപ്പോ കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർത്തിവെക്കുന്നതിന് വേണ്ടി UDF നടത്തുന്ന തന്ത്രങ്ങളുടെ ഭാഗമാണ്. UDF നേരിട്ടല്ല കേസ് കൊടുക്കുന്നതെങ്കിലും അവരെ കപട പരിസ്ഥിതിവാദികളെയും മറ്റുള്ളവരെയും വെച്ചുകൊണ്ട് കൊടുക്കുന്ന അത് തടസ്സപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന പരിശ്രമത്തിന്റെ ഭാഗമാണ്. ഇടുക്കിയിൽ ഇത്തവണ മാറാത്തത് മാറുമെന്ന BJP ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്. ജില്ലയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഭൂപ്രശ്നങ്ങളും മനുഷ്യ വന്യജീവി സംഘർഷമൊന്നും പരിഹരിക്കുവാൻ കഴിയാത്ത മുന്നണികളാണ് ഇടത് വലത് മുന്നണികളെന്നും ഇവർക്കുള്ള മറുപടിയായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പെന്നും മികച്ച മുന്നേറ്റം ഇടുക്കിയിൽ ഉണ്ടാക്കാൻ BJPക്ക് ഇത്തവണ സാധിക്കുമെന്നും VC വർഗീസ് പറഞ്ഞു. ഇടതിനെയും വലതിനെയും കഴിഞ്ഞ 53 വർഷം പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു ജനതയാണ് ഇടുക്കിയിലുള്ളത്. ഇടുക്കിയിലെ കാതലായിട്ടുള്ള ഒരു വിഷയങ്ങൾക്കും സാധാരണക്കാരൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായിട്ട് ഇടത് മുന്നണിക്കോ വലത് മുന്നണിക്കോ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇടുക്കിയുടെ വികസനം കാക്ഷിക്കുന്ന ആൾക്കാർ ഈ പ്രാവശ്യം മാറ്റത്തിന് വേണ്ടിയുള്ള വോട്ടായിരിക്കും ചെയ്യുക. മാറാത്തത് ഇടുക്കിയിലും മാറി വരും, കേരളത്തിലാകമാനം മാറും. അപ്പോൾ ഒരു മാറ്റം 100% ഒരു മാറ്റമാണ് ഞങ്ങൾ ഇടുക്കിയിൽ പ്രതീക്ഷിക്കുന്നത്. ഇടതിനെയും വലതിനെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് വോട്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ക്രെയിൻ വീടിന് മുകളിലേക്ക് മറിഞ്ഞ് വീട് തകർന്ന സംഭവത്തിൽ കുടുംബത്തിന് അടിയന്തര നഷ്ടപരിഹാരം നൽകാനും വീട് വാസയോഗ്യമാക്കാനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി ഗ്രീൻ കെയർ കേരള രംഗത്തെത്തി. കഴിഞ്ഞ ദിവസമായിരുന്നു ദേശീയപാത നിർമ്മാണത്തിനിടെ കമ്പിലൈനിലെ കണക്കഞ്ചേരിയിൽ ഉഷ ശശിയുടെ വീടിന് മുകളിലേക്ക് ക്രെയിൻ മറിഞ്ഞ് അപകടമുണ്ടായത്. ക്രെയിൻ വീണതിന്റെ ആഘാതത്തിൽ വീടിന്റെ മേൽക്കൂരയും വാതിലുകളും തകർന്നു. വിധവയായ ഉഷ കൂലിവേല ചെയ്താണ് കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് തന്നെ വീട് പുനർനിർമ്മിക്കാനും കഴിയില്ല. എത്രയും വേഗം കുടുംബത്തിന് വേണ്ട നഷ്ടപരിഹാരം നൽകി വീട് പുനർനിർമ്മിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി K. ബുൾബീന്ദ്രൻ ആവശ്യപ്പെട്ടു. കല്ലാറടുത്ത് കമ്പിലേൻ സിറ്റി തന്നെയുള്ള ഒരു വീടിൻ്റെ സൈഡിലേക്ക് വീടിൻ്റെ മുകൾ ഭാഗം കുറേ തകർന്നിട്ടുണ്ട്. ഇവർക്കെല്ലാം അർഹതപ്പെട്ട നഷ്ടപരിഹാരം കിട്ടാതെ ഇവരൊക്കെ അലയുന്ന ഒരു രീതിയാണ് കാണുന്നത്. അതുകൊണ്ട് സാങ്കേതിക വൈദഗ്ധ്യമുള്ളവരെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണത്തിൽ ഏർപ്പെടുന്ന മിഷന് സമീപം അവരുടെ നിർദ്ദേശാനുസരണം മാത്രം പണിയാനുള്ള ഒരു മുന്നൊരുക്കം NH നടത്തുകയും അതുപോലെ നമ്മുടെ നാട്ടിൽ ഈ റോഡ് കടന്നു പോകുന്ന ഭാഗത്തെല്ലാം അപകടങ്ങളുണ്ടായി വീടുകൾക്കെല്ലാം നാശനഷ്ടം വന്നതിന് അർഹതപ്പെട്ട നഷ്ടം കിട്ടാൻ വേണ്ടി നമ്മുടെ ഭരണകൂടം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് ഇതിൽ ശ്രദ്ധ പതിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പള്ളിവാസൽ പഞ്ചായത്ത് അംഗം ബെന്നി വെട്ടിക്കാലായിൽ മറ്റ് പൊതുപ്രവർത്തകരും സ്ഥലത്തെത്തി സന്ദർശനം നടത്തി. വീട് പുനർനിർമ്മിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകണമെന്ന് ഇരുവരും കരാർ കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിറ്റി വിഷൻ, അടിമാലി. രാജാക്കാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനയായ വീതി കലാ സാംസ്കാരിക വേദിയുടെ വാർഷികാഘോഷം 8-ന് നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ മുരുകൻ കാട്ടാക്കട ഉദ്ഘാടനം ചെയ്തു. രാജാക്കാട് വീതി കലാ സാംസ്കാരിക വേദിയുടെ 16ാമത് വാർഷികാഘോഷം 8-ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കവിയരങ്ങോടെ രാജാക്കാട് ടൗണിൽ വെച്ച് നടക്കുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനം പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ മുരുകൻ കാട്ടാക്കട ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിന്റെ ഭാഗമായി കവിയരങ്ങ്, സാംസ്കാരിക സമ്മേളനം, ടൂറിസം കാർഷിക പതിപ്പ്, രാജശോഭ പ്രകാശനം, അവാർഡ് വിതരണം, പ്രതിഭകളെ ആദരിക്കൽ, നൃത്തസന്ധ്യ, നാടകം, ഗാനമേള എന്നിവ നടക്കും. വീതി കലാ സാംസ്കാരിക വേദിയുടെ 16ാമത് വാർഷികം 2026 മാർച്ച് മാസം 8-ാം തീയതി ഞായറാഴ്ച രാജാക്കാട് ടൗണിൽ വിവിധ
സാംസ്കാരിക സാഹിത്യ കലാപരിപാടികളോടുകൂടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം കേരളത്തിൻ്റെ ജനകീയ കവി ശ്രീ മുരുകൻ കാട്ടാക്കടയാണ് നിർവഹിക്കുന്നത്. ഈ സമ്മേളനത്തിലും വിവിധ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അവയിലേക്കെല്ലാം നാട്ടുകാരുടെ എല്ലാം പ്രിയപ്പെട്ട സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വീതി കലാ സാംസ്കാരിക വേദി നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. നമ്മുടെ ഹൈറേഞ്ചിൽ നിരവധി എഴുത്തുകാരും കവികളും സാംസ്കാരിക പ്രവർത്തകരുമുണ്ട്. ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് വീതി. വീതി എല്ലാ വർഷവും ഇതുപോലുള്ള അർത്ഥവത്തായ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. ഈ പ്രാവശ്യം നടക്കുന്ന പരിപാടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എല്ലാ സാംസ്കാരിക നായകന്മാരെയും അതുപോലെ തന്നെ പ്രതിഭകളെയും എല്ലാം ആദരിക്കുകയും അവരുടെ സൃഷ്ടികൾ ജനങ്ങൾക്ക് കാണാൻ പറ്റുന്നതിനെ പ്രദർശിപ്പിക്കുകയും സാംസ്കാരിക രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. ഉച്ചകഴിഞ്ഞ് 3-ന് നടക്കുന്ന കവിയരങ്ങ് ജോസ് കോനാട്ട് ഉദ്ഘാടനം ചെയ്യും. TC സിജു അധ്യക്ഷത വഹിക്കും. ജെയ്നി സിജു മോഡറേറ്ററാകും. 5-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കവി മുരുകൻ കാട്ടാക്കട നിർവഹിക്കും. വീതി പ്രസിഡന്റ് KC രാജു അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ വെച്ച് KT രാജീവിനുള്ള സാഹിത്യ പുരസ്കാരവും ലക്ഷ്മി ശങ്കരം അവാർഡ് വിതരണവും നടക്കും. ടൂറിസം സപ്ലൈമെന്റ് ബ്ലോക്ക് മെമ്പർ വിപിൻ C അഗസ്റ്റ്യൻ പ്രകാശനം ചെയ്യും. ഷീലാലാൽ സ്വാഗതവും AB സജീവൻ നന്ദിയും രേഖപ്പെടുത്തും. ജോഷി കന്യാകുഴി, CR രാജു, KP സുബീഷ, PN ശശി, EK ജിജിമോൻ, പ്രവീൺ വിശ്വം, VS ബിജു, PJ ജിതിൻ, CK വിജയൻ എന്നിവർ പ്രസംഗിക്കും. രാത്രി 7:30-ന് നടക്കുന്ന കലാസന്ധ്യ ആന്റണി മുനിയറ ഉദ്ഘാടനം ചെയ്യും. ബേബിലാൽ അധ്യക്ഷത വഹിക്കും. തുടർന്ന് നൃത്തം, നാടകം, വീതി ഗോൾഡൻ മെലഡീസിന്റെ ഗാനമേള എന്നിവ നടക്കും. വാർത്താ സമ്മേളനത്തിൽ KC രാജു, ബേബിലാല, TC സിജു, ഷീലാലാൽ, AB സജീവൻ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. മരിയാപുരം, വാഴത്തോപ്പ് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ജലവിഭവ വകുപ്പ് പെരിയാറിന് കുറുകെ നിർമ്മിച്ച വെൻക്രോസ് ബാർക്കം കോസ്റ്റ്വേയുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. 2018-ൽ പ്രളയത്തിൽ പൂർണ്ണമായി നശിച്ച ചപ്പാത്താണ് പുനർനിർമ്മിച്ചത്. വാഴത്തോപ്പ്, മരിയാപുരം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും മരിയാപുരം പ്രദേശത്തുള്ള ആളുകൾക്ക് ഇടുക്കി നേരിമംഗലം സംസ്ഥാന പാതയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതുമായ ഈ പാലം 2018-ലെ പ്രളയത്തിൽ പൂർണ്ണമായും തകർന്നിരുന്നു. ഇതോടെ സ്കൂൾ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ സ്കൂളുകളിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു രൂപപ്പെട്ടത്. ഈ സാഹചര്യത്തിലാണ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഈ പാലം നിർമ്മിക്കുന്നതിന് അനുമതി നൽകിയത്. ജലസേചന വകുപ്പ് മുഖേന പെരിയാറിന് കുറുകെ വെള്ളക്കയ്യത്തും പള്ളിക്കവലിയിലുമായി 2 പാലങ്ങളാണ് ഇത്തരത്തിൽ നിർമ്മിച്ചിട്ടുള്ളത്. ആദ്യ നിർമ്മാണം പൂർത്തിയായ കുതിരക്കല്ല് വെള്ളക്കയം പാലത്തിന്റെ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. 5.37 കോടി രൂപ മുതൽ മുടക്കിലാണ് ഈ 2 പാലങ്ങളും നിർമ്മിക്കുന്നത്. ഷട്ടറിട്ട് സമീപ പ്രദേശത്തെ കൃഷിയിടങ്ങളിലേക്കും മറ്റും ജലമെത്തിക്കാനുള്ള സംവിധാനത്തോടു കൂടിയാണ് ഈ നിർമ്മാണം. പാലങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനു മുൻപ് തന്നെ നമുക്ക് കുറച്ച് പാലങ്ങളെല്ലാം തീർക്കാൻ പറ്റി. ഇപ്പൊ കരിമ്പൻ പാലം ഇല്ലായിരുന്നെങ്കിൽ അന്നത്തെ നമ്മുടെ അപകടത്തിന്റെ അല്ലെങ്കിൽ ആ ദുരന്തത്തിന്റെ ആഘാതം എത്ര കണ്ട് വലുതായിരുന്നു. കരിമ്പൻ ചപ്പാത്തായിരുന്നു നമുക്ക് ആശ്രയമായിട്ടുണ്ടായിരുന്നത്. എത്ര മാസം കൊണ്ടാണ് ഒരു ഗതാഗതം പുനഃസ്ഥാപിക്കാൻ പോലും നമുക്കാകുമായിരുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. വാർഡ് മെമ്പർ ജയ PS ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KAEDC ചീഫ് എഞ്ചിനീയർ പ്രകാശ് ഇടിക്കുള അധ്യക്ഷത വഹിച്ചു. KAEDC CEO തിലകൻ S, ഫാദർ ജോസഫ് കൊച്ചുകുന്നിൽ, പൊതുപ്രവർത്തകരായ അഡ്വക്കേറ്റ് ഫെനിൽ ജോസ്, സുധാകരൻ തണ്ടാടിയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി. ചെറിയൊരിടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. ആ
എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. പോക്സോ കേസ് പ്രതിക്ക് 48 വർഷം കഠിന തടവ്. വണ്ണപ്പുറം വില്ലേജിൽ മുള്ളരിങ്ങാട് കൊച്ചുകുന്നേൽ വീട്ടിൽ ബേസിൽ അവറാച്ചനെയാണ് 48 വർഷത്തെ കഠിന തടവിനും 2.5 ലക്ഷം രൂപ പിഴയും തൊടുപുഴ പോക്സോ കോടതി ശിക്ഷ വിധിച്ചത്. വീട്ടിൽ നിന്നും വഴക്കിട്ടിറങ്ങി വന്ന ബസ് കാത്തുനിന്ന പ്രായപൂർത്തിയാവാത്ത അതിജീവിതയെ പ്രതി സംരക്ഷണം നൽകാമെന്ന് വാഗ്ദാനം നൽകി പ്രതിയുടെ വീട്ടിൽ കടത്തിക്കൊണ്ടുപോയി തുടർച്ചയായി 9 ദിവസം തടങ്കലിൽ പാർപ്പിച്ച് പീഡിപ്പിച്ചുവെന്നതായിരുന്നു പരാതി. അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാമൂഹിക സുരക്ഷയ്ക്കും ഊന്നൽ നൽകി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന് പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചു. റോഡ് വികസനം, മാലിന്യ സംസ്കരണം, ടൂറിസം, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ക്ഷേമം എന്നിവയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നതാണ് ഭരണസമിതി പ്രഖ്യാപിച്ച പദ്ധതികൾ. പട്ടികജാതി വികസനത്തിനായി 90 ലക്ഷം രൂപയും പട്ടികവർഗ വികസനത്തിനായി 4 ലക്ഷം രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിന് 22 ലക്ഷം രൂപയും വയോജന പദ്ധതികൾക്കായി 25 ലക്ഷം രൂപയും നീക്കിവെച്ചു. മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തോടെ വിപുലമായ പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യ ശേഖരണവും ശാസ്ത്രീയ സംസ്കരണവും ശക്തമാക്കുന്നതിനൊപ്പം ശുചിത്വ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേക ഫണ്ടും അനുവദിച്ചു. പാലിയേറ്റീവ് കെയർ പദ്ധതി കാര്യക്ഷമമായി നടത്തുന്നതിന് ആവശ്യമായ ഫണ്ട് വകയിരുത്തുന്നതിനാണ്. കിടപ്പ് രോഗികൾക്കായുള്ള ICU ബെഡ് വാങ്ങുന്നതിന് 1 ലക്ഷം വകയിരുത്തുന്നു. പട്ടികജാതി വിഭാഗം 90 ലക്ഷം. ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ പരിപാലനത്തിനും വികസനത്തിനുമായി 72 ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. കുടിവെള്ള വിതരണം മെച്ചപ്പെടുത്തുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി 75 ലക്ഷം രൂപ വേറെയും വകയിരുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ യുവജന ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ബഡ്ജറ്റിൽ അർഹമായ പരിഗണന ലഭിച്ചു. യുവതലമുറയെ ലക്ഷ്യമിട്ടുള്ള ലഹരി ബോധവൽക്കരണ പരിപാടികൾക്കായി 50,000 രൂപ അനുവദിച്ചു. വികസന പ്രവർത്തനങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കുമെന്നും സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കുമെന്നും ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. വസാഡിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന തോപ്രാംകുടി കനകക്കുന്ന് വികസന സമിതിയുടെ വാർഷിക ആഘോഷം സംഘടിപ്പിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വാർഷിക ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയിലെ പിന്നോക്ക ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ഗ്രാമവികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന വസാഡിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കനകക്കുന്ന് വികസന സമിതിയുടെ 3ാമത് വാർഷികമാണ് നടത്തിയത്. സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മേഖലകളെയും ആളുകളെയും കണ്ടെത്തി അർഹമായ സഹായം നൽകുന്നതിന് വിവിധങ്ങളായ പദ്ധതികളാണ് വസാഡിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്നത്. തോപ്രാംകുടി പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കനകക്കുന്ന് കേന്ദ്രീകരിച്ചുള്ള നിങ്ങളുടെ കൂട്ടായ്മ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു പ്രദേശത്തിൻ്റെ ഈ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകരുത്. ഒരു നാടിൻ്റെ ഡെവലപ്മെൻറ്റ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാദേശിക കൂട്ടായ്മകളുടെ ശാക്തീകരണമാണ്. ഇപ്പം തിരുവനന്തപുരത്തു നിന്നുണ്ടായി, കോട്ടയത്തു നിന്നുണ്ടായി, ഇടുക്കിയിൽ ചെറുതോണിയിൽ എന്ത് സംഭവിച്ചു എന്നൊന്നും അല്ല പ്രശ്നം. ഒരു നാടാടെ എടുത്ത് ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രദേശത്തിൻ്റെ കൂട്ടായ്മയാണ് ആ വിദേശത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സ്. അത് നല്ലവണ്ണം അനുഭവിക്കാൻ സാധിച്ചൊരു പ്രദേശമാണ് കനകക്കുന്ന്. കനകക്കുന്ന് വികസന സമിതിയുടെ പ്രസിഡന്റ് റോണിയോ എബ്രഹാം അധ്യക്ഷത വഹിച്ചു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. വസാഡ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ജോസ് ആന്റണി അനുഗ്രഹ പ്രഭാഷണം നടത്തി. വാത്തിക്കുടി ഫാർമേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് തോമസ് ഇലിഞ്ഞിമറ്റം, വസാഡ് കോർഡിനേറ്റർ KK തോമസ്, കനകക്കുന്ന് വികസന സമിതി ക്യാഷർ ജോയ്ക്കുട്ടി VK, സെക്രട്ടറി ഷിജി രാജു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സംഘാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു.
സിറ്റി വിഷൻ ഇടുക്കി. രാജാക്കാട് പുതുകിൽ ശ്രീ കാമാക്ഷിയമ്മൻ കോവിൽ നാടിന്റെ ആഘോഷമായി തിരുവുത്സവം. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന് നാളെ സമാപനമാവും. ഉത്സവത്തോടനുബന്ധിച്ച 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത ഘോഷയാത്ര സംഘടിപ്പിച്ചു. പുതുകിൽ എന്ന കാർഷിക കുടിയേറ്റ ഗ്രാമത്തിന്റെ കാവൽ ദേവതയായ ശ്രീ കാമാക്ഷിയമ്മൻ കോവിലിൽ തമിഴ് ആചാരപ്രകാരമാണ് ചടങ്ങുകളും ആഘോഷങ്ങളും നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആചാരങ്ങളും ചടങ്ങുകളും ഏറെ വ്യത്യസ്തവുമാണ്. എന്നാൽ കൂട്ടായ്മയുടെയും ഒത്തുചേരലിന്റെയും ആഘോഷം കൂടിയാണ് ഇവിടുത്തെ ഉത്സവം. ഇത്തവണയും ഉത്സവം വിപുലമായ രീതിയിലാണ് നടത്തപ്പെട്ടത്. ഉത്സവത്തിന്റെ ഭാഗമായി നടത്തപ്പെട്ട ചടങ്ങുകളിലും ഘോഷയാത്രയിലും 100 കണക്കിന് ഭക്തരാണ് പങ്കെടുത്തത്. ജാതിമത ഭേദവ്യത്യാസമില്ലാതെയാണ് ഇവിടെ ഉത്സവ നാളുകളിൽ ആളുകൾ എത്തുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന് നാളെ സമാപനമാകും. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് എസ് പാണ്ഡിരാജ്, സെക്രട്ടറി PR പ്രദീപ, ഖജാൻജി പി ശക്തിവേൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭാരവാഹികളാണ് ഉത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. സിറ്റി വിഷൻ രാജാക്കാട്. മുണ്ടിയരുമയിൽ പാലിയേറ്റീവ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. സ്നേഹനിലാവ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പാമ്പാടുംപാറ ബ്ലോക്ക് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സ്നേഹനിലാവ് എന്ന പേരിൽ പാലിയേറ്റീവ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. സ്വാന്തന പരിചരണ വിഭാഗത്തിൽപ്പെട്ട രോഗികളുടെ മാനസിക ഉല്ലാസം ലക്ഷ്യം വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥര്, നമുക്കെല്ലാവർക്കും ഈ പരിപാടിയെ ഏറ്റവും മികവുറ്റതാക്കി തീർക്കുന്നത് നമ്മുടെ പാലിയേറ്റീവ് നേഴ്സുമാരാണ്. അതുപോലെ നമ്മുടെ പ്രവർത്തകരായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള പാലിയേറ്റീവിന്റെ അംഗങ്ങളെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. വർഷത്തില് ഒരു തവണ ഇങ്ങനെ ഒന്നിച്ചു കൂടുമ്പോൾ എല്ലാവരെയും പരസ്പരം കാണാനും അവരോടൊന്ന് സംസാരിക്കാനും നമ്മുടെ കഴിവുകളെ പ്രദർശിപ്പിക്കാനും. വൈസ് പ്രസിഡന്റ് അനിൽകുമാർ BC അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോക്ടർ മിലി M, ബിജു ഉടുമ്പൻചോല, ശ്രീറാം മണിനിവാസ്, രാധാകൃഷ്ണപിള്ള, ആരിഫ അയ്യൂബ്, തങ്കമ്മ രാജൻ, സജി CS, ഉഷ സുധാകരൻ, ആൻസമ്മ മാത്യു, വിഷ്ണു S, സാറാമ ജോസഫ്, സരിത രാജേഷ്, ശ്രീദേവി KS, ഷിജിമോ നൈബ്, ഷാജി കുമാരൻ, ബിനോയ് ചാക്കോ, രജനി രഞ്ജിത്ത്, ഡോക്ടർ അഖിൽ, ഡോക്ടർ അപർണ, ഡോക്ടർ സുചിത്ര, മോളമ്മ സുരേന്ദ്രൻ, തമന്ന ഭായി എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. നോക്കാമിനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണ ഗ്രാമിന് 14,860 രൂപ, പവന് 1,18,880 രൂപ, വെള്ളി ഗ്രാമിന് 290 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തോട്ടം തൊഴിലാളികളുടെ ക്ഷാമബത്ത വിഷയത്തിൽ CPI MLA PS സുബാലിന്റെ പരാമർശത്തിനെതിരെ പ്രതിഷേധവുമായി തോട്ടം തൊഴിലാളികൾ. മിനിമം വേതന ഉപദേശക സമിതി നൽകിയ നിർദ്ദേശം മറച്ചുവെച്ച് PS സുബാൽ MLA നിയമസഭയിൽ സംസാരിച്ചെന്ന ആരോപണം. ഇടുക്കിയിലെ പട്ടയ നടപടികൾ നിർത്തിവെച്ച കോടതി ഉത്തരവിന് പിന്നിൽ UDF നടത്തുന്ന കുതന്ത്രങ്ങളാണെന്നും കോൺഗ്രസ് നേതാക്കൾ. കപട പരിസ്ഥിതിവാദികളെ കൂട്ടിപ്പിടിച്ച് ഇടുക്കിയിലെ ജനങ്ങളെ ദ്രോഹിക്കുകയാണെന്നും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം NP സുനിൽകുമാർ.
ഇടുക്കിയിൽ ഇത്തവണ മാറാത്തത് മാറുമെന്ന BJP ജില്ലാ പ്രസിഡന്റ് VC വർഗീസ. ജില്ലയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഭൂപ്രശ്നങ്ങളും മനുഷ്യ വന്യജീവി സംഘർഷമൊന്നും പരിഹരിക്കുവാൻ കഴിയാത്ത മുന്നണികളാണ് ഇടത് വലത് മുന്നണികളെന്നും ഇവർക്കുള്ള മറുപടി തെരഞ്ഞെടുപ്പിലുണ്ടാകുമെന്നും വർഗീസ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ക്രെയിൻ വീടിന് മുകളിലേക്ക് മറിഞ്ഞ് വീട് തകർന്ന സംഭവത്തിൽ കുടുംബത്തിന് അടിയന്തര നഷ്ടപരിഹാരം നൽകാനും വീട് വാസയോഗ്യമാക്കാനും നടപടി വേണമെന്ന ഗ്രീൻ കെയർ കേരള. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.